Next we discuss the temperature dependence of resistivity. നമ്മൾ തൊട്ട് മുമ്പേ മനസ്സിലാക്കി കഴിഞ്ഞു റെസിസ്റ്റിവിറ്റി ഈസ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ്. അപ്പോൾ ഇതിൽ ഈ സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഹയർ ടെമ്പറേച്ചറിൽ ടി എന്ന് പറയുന്നത് ഒരു ഹയർ ടെമ്പറേച്ചറാണെന്ന് വിചാരിക്കാം, T0 എന്ന് പറയുന്നത് ഒരു ലോവർ ടെമ്പറേച്ചറാണെന്ന് വിചാരിക്കാം. ഒരു ഹയർ ടെമ്പറേച്ചറിലുള്ള റെസിസ്റ്റിവിറ്റി ലോവർ ടെമ്പറേച്ചറിലുള്ള റെസിസ്റ്റിവിറ്റിയുമായി ബന്ധപ്പെടുന്നത് എങ്ങനെയാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിന്റെ ഡെറിവേഷൻ ഒന്നുമില്ല, ആ ഇക്വേഷൻ പഠിച്ചാൽ മതി. റോ ടി ഈക്വൽ ടു ρ0 ഇൻറ്റു 1 പ്ലസ് ആൽഫ ഇൻറ്റു ടി മൈനസ് T0. ടിയും T0 എന്താന്ന് നേരത്തെ പറഞ്ഞു, ടി ഹയർ ടെമ്പറേച്ചർ, T0 ലോവർ ടെമ്പറേച്ചർ. അപ്പോൾ റോ ടി എന്ന് പറയുന്നത് ഹയർ ടെമ്പറേച്ചറിലുള്ള റെസിസ്റ്റിവിറ്റി, ρ0 എന്ന് പറയുന്നത് ലോവർ ടെമ്പറേച്ചറിലുള്ള റെസിസ്റ്റൻസ്. ആൽഫ ഈസ് നോൺ ആസ് ദ temperature. Alpha is called the temperature coefficient of resistivity. Temperature coefficient of resistivity. Now suppose that alpha is equal to 0. ഒരു മെറ്റീരിയലിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി 0 ആണ് എന്ന് വിചാരിക്കും. വാട്ട് ഈസ് ദ മീനിങ്? നിങ്ങൾ ഈ ഇക്വേഷനിൽ കൊടുത്തു നോക്കുക. ഹയർ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ ആ വസ്തുവിന്റെ ടെമ്പറേച്ചർ കൂട്ടിയാൽ ലോവർ ടെമ്പറേച്ചർ റെസിസ്റ്റിവിറ്റി ρ0 ആണ്. ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യുക. ρ0 ഇൻറ്റു 1, സോ ρ0 പ്ലസ് ആൽഫ ഇൻറ്റു ρ0 ഇൻറ്റു ടി മൈനസ് T0. ഇഫ് ആൽഫ ഈസ് ഈക്വൽ ടു 0, ആൽഫ ഈക്വൽ ടു 0 ആണെങ്കിൽ നിങ്ങൾ ടെമ്പറേച്ചർ ലോവർ ടെമ്പറേച്ചറിൽ ഹയർ ടെമ്പറേച്ചറിലേക്ക് ഉയർത്തിയാലും സെക്കൻഡ് ടേം 0 ആയിരിക്കും. അതുകൊണ്ട് higher temperature resistivity will be equal to resistivity at a lower temperature. That is, resistivity of such a material will remain a constant. It is independent of temperature. രണ്ടാമത്, ആൽഫയുടെ സൈൻ, ആൽഫ 0 അല്ല, ആൽഫയുടെ സൈൻ പോസിറ്റീവ് ആണ് എന്ന് വിചാരിക്കും. നോൺ സീറോ ആൻഡ് പോസിറ്റീവ് വാല്യൂ ആണ് ആൽഫയ്ക്ക് ഉള്ളതെന്ന് വിചാരിക്കും. ദെൻ റോ ടി ഇസ് ഈക്വൽ ടു ρ0 പ്ലസ് ആൽഫ ഇൻറ്റു ρ0 into T minus T0. T minus T0 is always positive. Why it is positive always? Because T is a higher temperature and T0 is a lower temperature. So T minus T0 is always positive. Alpha is also positive, which means that the second term is positive. അങ്ങനെയാണെങ്കിൽ റോ ടി എന്ന് പറയുന്നത് ρ0 പ്ലസ് ഒരു നമ്പർ വരും. അതായത് അത്തരം വസ്തുക്കളുടെ റെസിസ്റ്റിവിറ്റി ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കൂടിക്കൊണ്ടേയിരിക്കും. So positive temperature coefficient of resistivity, positive temperature coefficient of resistivity ഉള്ള വസ്തുക്കളുടെ പ്രത്യേകത അവയുടെ റെസിസ്റ്റിവിറ്റിയും റെസിസ്റ്റൻസും ഒക്കെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കൂടിക്കൊണ്ടേയിരിക്കും. അത്തരം വസ്തുക്കൾക്ക് എക്സാമ്പിൾസ് ആണ് മെറ്റൽസ്. മെറ്റലുകളുടെ ടെമ്പറേച്ചർ കൂടുമ്പോൾ അവയുടെ റെസിസ്റ്റിവിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ കേസ്, ആൽഫ ഈസ് നോൺ സീറോ ബട്ട് നെഗറ്റീവ്. നെഗറ്റീവ് ആയിട്ടുള്ള നോൺ സീറോ നമ്പറാണ് ആൽഫ എന്ന് വിചാരിക്കുക. അപ്പൊ എന്താ സംഭവിക്കുക? റോ ടി ഈക്വൽ ടു ρ0 പ്ലസ് ആൽഫ ഇൻറ്റു ρ0 ഇൻറ്റു ടി മൈനസ് T0. ടെമ്പറേച്ചർ കൂടുമ്പോൾ ടി മൈനസ് T0 പോസിറ്റീവ് വരും, പക്ഷെ ആൽഫ നെഗറ്റീവ് ആണ്. ആൽഫ നെഗറ്റീവ് വരുന്നതുകൊണ്ട് നെഗറ്റീവ് നമ്പർ ഉണ്ട്, പോസിറ്റീവ് നമ്പർ, സെക്കൻഡ് ടേം വിൽ ബി നെഗറ്റീവ്. എന്ന് പറഞ്ഞാൽ റോ ടി ഇസ് ഈക്വൽ ടു ρ0 മൈനസ് എ നമ്പർ, ρ0 മൈനസ് എ നമ്പർ. എന്ന് വെച്ചാൽ അത്തരം വസ്തുക്കളുടെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് റെസിസ്റ്റിവിറ്റി നെഗറ്റീവ് ആയിരിക്കുന്ന തരം വസ്തുക്കളുടെ റെസിസ്റ്റിവിറ്റി ടെമ്പറേച്ചർ കൂടുമ്പോൾ കുറയുകയാണ് ചെയ്യുക. അത്തരം വസ്തുക്കൾക്ക് എക്സാമ്പിൾസ് ആണ് സെമി കണ്ടക്ടേഴ്സ്. നമ്മൾ ഈ കൊല്ലത്തെ അവസാനമൊക്കെ എത്തുമ്പോഴത്തേക്ക് മനസ്സിലാക്കും സിലിക്കൺ, ജർമാനിയം തുടങ്ങിയ സെമി കണ്ടക്ടേഴ്സിനെയൊക്കെ പറ്റി പഠിക്കാനുണ്ട്. അത്തരം വസ്തുക്കൾക്കൊക്കെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് റെസിസ്റ്റിവിറ്റി നെഗറ്റീവ് ആണ്. എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ അവയുടെ റെസിസ്റ്റിവിറ്റിയും റെസിസ്റ്റൻസും ഒക്കെ കുറയുകയാണ് ചെയ്യുക. ഓക്കെ. ഇനി കറണ്ട് ഒരു സ്കെലാർ ക്വാണ്ടിറ്റി ആണെങ്കിലും കറണ്ടുമായി ബന്ധപ്പെട്ട ഒരു വെക്ടർ ക്വാണ്ടിറ്റി ഉണ്ട് എന്ന് ഇലക്ട്രിക് കറണ്ട് ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒന്ന് പറഞ്ഞിരുന്നു. ആ വെക്ടർ ക്വാണ്ടിറ്റിയാണ്, ഇലക്ട്രിക് കറണ്ടുമായി ബന്ധപ്പെട്ട വെക്ടർ ക്വാണ്ടിറ്റിയെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഇറ്റ് ഈസ് നോൺ ആസ് കറണ്ട് ഡെൻസിറ്റി. സോ കറണ്ട് ഡെൻസിറ്റി J എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അതെങ്ങനെയാണ്
ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ് നമ്മൾ അടുത്ത ഡിസ്കഷനിൽ കണ്ടുപിടിക്കാൻ പോകുന്നത്. നമുക്ക് ഓംസ് ലോ അറിയാം, V is equal to R into I. ഇതിൽ ആറിന് പകരം റോ ഇൻറ്റു എൽ ബൈ എ എന്ന് കൊടുക്കാം. സോ റോ ഇൻറ്റു എൽ ബൈ എ ഇൻറ്റു ഐ, where L is the length of the conductor, A is the area of cross section of the conductor, and rho is the resistivity of the material of the conductor. Now, ഇതിന് ചെറിയ റീഅറേഞ്ച്മെന്റ് നടത്താണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു എൽ ഇൻറ്റു ഐ ബൈ എ, റോ ഇൻറ്റു എൽ ഇൻറ്റു ഐ ബൈ എ. Now the quantity I by A, എന്താ അതിൻ്റെ അർത്ഥം? ഒരു കണ്ടക്ടർ എടുക്കുക, ആ കണ്ടക്ടറിന് ഒരു ക്രോസ് സെക്ഷൻ ഉണ്ട്, ക്രോസ് സെക്ഷനിൽ ഏരിയ ഉണ്ട്, എ ആണ് ക്രോസ് സെക്ഷനിൽ ഏരിയ എന്ന് വിചാരിക്കുക, അതിലൂടെ ഒഴുകുന്ന കറണ്ട് ഐ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ കറണ്ട് പെർ യൂണിറ്റ് ഏരിയയാണ് ഐ ബൈ എ എന്ന് വിളിക്കുന്നത്. എ ഏരിയയിലൂടെ ഒഴുകുന്ന കറണ്ട് ഐ ആണെങ്കിൽ യൂണിറ്റ് ഏരിയയിലൂടെ, ഇതാണ് യൂണിറ്റ് ഏരിയ എന്ന് വിചാരിക്കുക, യൂണിറ്റ് ഏരിയ കൂടെ എത്ര കറണ്ട് ഒഴുകും? 1 മീറ്റർ സ്ക്വയർ കൂടെ എത്ര കറണ്ട് ഒഴുകും? ഐ ബൈ എ കറണ്ട് ഒഴുകും. This quantity is called the current density, magnitude of current density J. I by A ആണ് current density എന്ന് വിളിക്കുന്നത്. So current density J is equal to I by A. So V is equal to rho into L into J. ഇനി L ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. V by L is equal to rho into J. Now what is V by L? ഈ കണ്ടക്ടറിലൂടെ കറണ്ട് ഒഴുകാൻ വേണ്ടി നമ്മളൊരു സെല്ല് കണക്ട് ചെയ്തിരുന്നു, കറണ്ട് ഉണ്ടാവാൻ വേണ്ടി ഒരു സെല്ല് കണക്ട് ചെയ്തിരുന്നു. ആ സെല്ലിൻ്റെ ടെർമിനൽസ് ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ആണെങ്കിൽ ഈ നോൺ ഐഡിയൽ കണ്ടക്ടറിൻ്റെ രണ്ട് എൻഡുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും V തന്നെയാണ്. ഈ കണ്ടക്ടറിൻ്റെ ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് അയറ്റുന്ന ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ E ആണെങ്കിൽ, കണ്ടക്ടറിൻ്റെ ലെങ്ത് L ആണെങ്കിൽ, ഇവ തമ്മിലുള്ള ബന്ധം തൊട്ട് മുമ്പുള്ള ഡെറിവേഷനുകളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തിയിരുന്നു. V by L എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിന് ഈക്വൽ ആണ്. സോ E is equal to V by L എന്ന് പറയുമ്പോൾ E എന്ന് കൊടുക്കുക, E is equal to rho into J. ഇനി J ഇവിടെ വെക്കുക, റോ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. J is equal to 1 by rho into E. 1 by rho സിഗ്മയാണ് നമ്മൾ മുമ്പേ മനസ്സിലാക്കിയിട്ടുണ്ട്, കണ്ടക്ടിവിറ്റിയാണ് നമ്മൾ മുമ്പേ മനസ്സിലാക്കിയിട്ടുണ്ട്. സോ J is equal to സിഗ്മ into E. എന്തിനാ ഈ ഇക്വേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്? ജെയുടെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. That is vector J is equal to sigma into vector E. Vector J is equal to sigma into vector E. So metallic conductorsനെ സംബന്ധിച്ചിടത്തോളം this is the relation between current density and electric field, applied electric field, which means that for a metallic conductor the direction of current density is the same as that of vector E. Electric field അതേ ഡയറക്ഷൻ തന്നെയാണ് കറണ്ട് ഡെൻസിറ്റിക്കും മെറ്റാലിക് കണ്ടക്ടേഴ്സിന്റെ കേസിൽ. Okay.